tracks one woman's journey across 1700 miles of Australian outback by Robin Davidson. റോബിൻ ഡാവിഡ്സൺ എന്ന സ്ത്രീ അവരുടെ ഒരു അഡ്വഞ്ചറിനെ കുറിച്ചാണ് ഈ ഒരു ലെസൺ. അവരുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വർക്കാണ് ഈ ട്രാക്സ് എന്ന് പറയുന്നത്. She moved to Alice Springs in 1975 to plan for a desert trek on camels. എന്ന് പറഞ്ഞാൽ ഒരു മരുഭൂമി, ഓസ്ട്രേലിയൻ ഡെസേർട്ട്, വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ഡെസേർട്ട്, അത് ഒറ്റയ്ക്ക് ക്രോസ് ചെയ്തു എന്നതാണ് അവരുടെ ഒരു അഡ്വഞ്ചർ. ഷീ ഈസ് റൈറ്റിംഗ് അബൌട്ട് ഹെർ എക്സ്പീരിയൻസ്. She is writing about her experience of crossing 1700 miles of Western Australian desert. Western Australian desert. ആ മരുഭൂമി എന്ന് വെച്ചാൽ 1700 മൈൽ സഞ്ചരിച്ച് ആ മരുഭൂമിയിലൂടെ ഉള്ള യാത്ര. ഫ്രം ആലീസ് സ്പ്രിങ്സ് ടു ഇന്ത്യൻ ഓഷ്യൻ. ആലീസ് സ്പ്രിങ്സ് മുതൽ ഇന്ത്യൻ ഓഷ്യൻ വരെ. So she is famous for her work tracks. She is best known for her work tracks. ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ഡിസേർട്ട് അത് ആ ട്രിപ്പ് അക്രോസ് വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ഡിസേർട്ട്സ്, അതിനെക്കുറിച്ചാണ് അവരുടെ ഈ ഒരു പുസ്തകം ട്രാക്സ് written in 1980. So that trip covered 1700 miles. 1700 മൈല് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കവർ ചെയ്തു. ഓൺ ക്യാമൽസ്. യഥാർത്ഥത്തിൽ ഈ ഒട്ടകങ്ങളെ ട്രെയിൻ ചെയ്യുന്നതൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ അവർ പഠിച്ച് ഇങ്ങനെ ഒരു യാത്ര നടത്തി. ട്രാക്സ് ഈസ് എ travelogue written by Robin Davidson describing her experience of crossing 1700 miles of Western Australian desert from Alice Springs to Indian Ocean with 4 camels. 4 ഒട്ടകങ്ങളുമായിട്ട് അവർ നടത്തിയ യാത്രയാണ്. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ. It also deals with her struggles as a camel trainer, her encounters with aborigines, ഓസ്ട്രേലിയയിലെ തദ്ദേശീയരായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആദിവാസികൾ, അവരുമായിട്ടുള്ള മീറ്റിംഗ്. അതുപോലെ ഹെർ സ്ട്രഗിൾസ് ആസ് എ camel ട്രെയിനർ. കാരണം ഒട്ടകങ്ങളൊന്നും ഇല്ലാതെ മരുഭൂമിയിലൂടെയുള്ള യാത്ര പറ്റില്ല. അപ്പോൾ ഒട്ടകങ്ങളെ എങ്ങനെ പരിപാലിക്കണം എന്നൊക്കെ അവർ പഠിച്ചു. ഹെർ എൻകൗണ്ടേഴ്സ് വിത്ത് അബോറിജിൻസ്, ഹെർ റിലേഷൻഷിപ്പ് വിത്ത് ആനിമൽസ്, എസ്പെഷ്യലി camels, ആൻഡ് ഹെർ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് മെനി പാട്രിയാർക്കൽ നോഷൻസ് ഓഫ് എ വുമൺ. ഇതെല്ലാം ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഹെർ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് മെനി പാട്രിയാർക്കൽ നോഷൻസ് ഓഫ് വുമൺ. The trek was initially planned as a solo trip, but it soon became a public event because of the involvement of National Geographic magazine, which funded her trek.
വലിയ ഒരു പരസ്യമൊന്നും ഇല്ലാതെ, വലിയ മാധ്യമ ശ്രദ്ധയൊന്നും പ്രതീക്ഷിക്കാതെയുള്ള ഒരു യാത്രയായിരുന്നു. പക്ഷേ അത് പിന്നീട് വളരെയധികം മാധ്യമ ശ്രദ്ധ നേടി. പ്രത്യേകിച്ച് നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ അവരുടെ ഈ ട്രക്ക് ഫണ്ട് ചെയ്തത് ഈ നാഷണൽ ജിയോഗ്രഫിക് മാഗസിനാണ്. അപ്പോൾ ആ യാത്ര വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഈവൻ ദോ ഷീ ഡിഡ്ന്റ് വാണ്ട് even though she didn't want it. She actually planned it as a solo trip. The greatest challenge that she faced during the trek was to train camels and to learn the art of handling camels. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇൻട്രൊഡക്ഷനിൽ സംക്ഷിപ്തമായിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ തൽക്കാലം പറയുന്നത്. The greatest challenge that she faced during the trek was to train camels. അപ്പോൾ അവരുടെ യാത്രയിൽ അവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ ക്യാമൽസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ക്യാമൽസിനെ എങ്ങനെ പരിപാലിക്കാം, അതിൻ്റെ ഒരു ട്രെയിനിങ് ഒക്കെ അവർ നേടി. ആൻഡ് ടു ലേൺ ദി ആർട്ട് ഓഫ് ഹാൻഡ്ലിങ് ക്യാമൽസ്, ഹൗ ടു ഹാൻഡിൽ ക്യാമൽസ്. ഷീ ലേൺഡ് ഹൗ ടു ഹാൻഡിൽ ക്യാമൽസ്. She had to spend 2 years getting trained in the skills necessary for managing camels at Alice Springs. അപ്പോൾ അവരുടെ യാത്രയുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ആലീസ് സ്പ്രിങ്സിൽ അവരെത്തുന്നു. അവിടെ ഈ ഒട്ടകങ്ങളെ പരിപാലിക്കുന്ന അവരെ അന്വേഷിച്ചു. ക്യാമൽ ട്രെയിനേഴ്സിനെ കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെ അവർക്ക് കിട്ടി. ഈവൻ ദോ ദ ജേർണി ഇറ്റ് സെൽഫ് വാസ് ഓൺലി 9 months ലോങ്. ആക്ച്വൽ ട്രക്കിങ് 9 മാസമേ എടുത്തുള്ളൂ എങ്കിൽ പോലും ഈ ഒട്ടകങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ, ഒട്ടകങ്ങളെ മാനേജ് ചെയ്യുന്നത് പഠിക്കാൻ അത് 2 വർഷത്തോളം എടുത്തു. She had to spend 2 years getting trained in the skills necessary for managing camels at Alice Springs. Her understanding of the whites and the aborigines undergoes a thorough change during this period. ഈ അബോറിജിൻസിനെ കുറിച്ച് എന്നുവെച്ചാൽ നേറ്റീവ്സ്, അവിടുത്തെ ആദിവാസികളെ, തദ്ദേശീയരായ ആളുകളെക്കുറിച്ചും അതുപോലെ വെള്ളക്കാരെക്കുറിച്ചും ഒക്കെയുള്ള അവരുടെ ധാരണകളൊക്കെ മാറി എന്നാണ്. Her understanding of the whites and the aborigines undergoes a thorough change during this period. In 1975, she reaches Alice Springs at 5 AM. അപ്പോൾ അവരുടെ യാത്ര തുടങ്ങുന്നത് ആക്ച്വലി ആലീസ് സ്പ്രിങ്സ് മുതലാണ്. അപ്പോൾ ആലീസ് സ്പ്രിങ്സിൽ എത്തിയത് അവരുടെ ട്രെയിനിലാണ്. അറ്റ് 5 AM വിത്ത് എ ഡോഗ്, $6 ആൻഡ് എ സ്മോൾ സ്യൂട്ട് കേസ് ഫുൾ ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ക്ലോത്ത്സ്. വലിയ കാശൊന്നും കയ്യിൽ കരുതാതെയാണ് അവർ ഈ യാത്ര ആരംഭിച്ചത്. ഷീ റീച്ചസ് ആലീസ് സ്പ്രിങ്സ് അറ്റ് 5 AM വിത്ത് എ ഡോഗ്. ഷീ ഹാസ് എ പെറ്റ് ഡോഗ്, $6 and a small suitcase. She had Diggity, her dog. The name of the dog is Diggity, with her when she alighted in Alice. ആ നായയുമായിട്ടാണ് അവർ ആലീസ് സ്പ്രിങ്സിലെത്തിയത്. She finds it difficult to cope with the depression that she felt at the death of Diggity during her journey. ആ നായ പിന്നീട് മരണപ്പെടുന്നു. അതുണ്ടാക്കിയിട്ടുള്ള ആഘാതം. Her idea was to embark on a journey across the desert for which she needed camels.
for her journey across the desert. And she discovers that there were three camelmen in Alice Springs, and she meets all the three. അപ്പോൾ ആലി സ്പ്രിങ്സിൽ എത്തിയപ്പോൾ അവൾക്ക് മനസ്സിലാകുന്നു അവിടെ ദർ ആർ ത്രീ ക്യാമൽമെൻ, ഒട്ടകങ്ങൾ മൂന്ന് പേര് മൂന്ന് പേരാണ് ഈ ഒട്ടകങ്ങളെ ഉള്ളത്. ക്യാമൽമെൻ, ദർ ആർ ത്രീ ക്യാമൽമെൻ ഇൻ ആലി സ്പ്രിങ്സ്. അപ്പോൾ അവരുടെ സഹായം തേടുകയാണ് അവൾ. ഷീ മീറ്റ്സ് ഓൾ ദ ത്രീ. ഷീ ഡിസൈഡ്സ് ടു വർക്ക് വിത്ത് കേർട്ട് ആസ് എൻ അപ്രൻറ്റീസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ എ ക്യാമൽ. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ദർ ആർ ത്രീ ക്യാമൽമെൻ. അവളെ ഈ ഒട്ടകങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി അവസാനം എത്തിപ്പെടുന്നത് കേർട്ട് എന്ന് പറഞ്ഞ ആളുടെ അടുത്താണ്. കേർട്ട് എൻ അപ്രൻറ്റീസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ എ ക്യാമൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അപ്രൻറ്റീസായിട്ട് അവൾ മാറുന്നു. The first camelman she met was സാലെ മുഹമ്മദ്. സാലെ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളെയാണ് ആദ്യം, ഈ മൂന്ന് ഒട്ടകക്കാരിൽ ആദ്യത്തെ ആള് സാലെ മുഹമ്മദ്. Who refuses to help her when he comes to know that she had no experience with camels. ഒട്ടകങ്ങളുമായിട്ട് ഒരു പരിചയമില്ലാത്ത ആളായതിനാൽ സാലെ മുഹമ്മദ് അവളെ ട്രെയിൻ ചെയ്യാൻ തയ്യാറായില്ല എന്നാണ്. Under the cruel and rude tutelage of Kurt, she learns the skills of training and handling the camels. അവസാനം കേർട്ട് എന്ന് പറയുന്ന ക്യാമൽമാൻ, അദ്ദേഹമാണ് അവൾക്കെല്ലാ ട്രെയിനിങ്ങും കൊടുക്കുന്നത്. ഹൗ ടു ഹാൻഡിൽ ദ ക്യാമൽസ്. ദ ട്രാവലോഗ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 parts. ഈ ട്രാവലോഗ്, ട്രാക്സ് എന്ന് പറയുന്ന ട്രാവലോഗ്, ഇറ്റ് ഈസ് divided into 4 parts. Alice Springs, shedding burdens, little bit long way, and on the far side. The extract prescribed for study is the first chapter of Alice Spring. അപ്പോൾ ഈ പുസ്തകം 4 ഭാഗങ്ങളായിട്ടാണുള്ളത്. അതിൽ ആദ്യത്തെ ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ, ആലി സ്പ്രിങ്സ്. So she feels that it is a lunatic idea. ലുനാറ്റിക് എന്ന് പറഞ്ഞാൽ വളരെ മാഡായ, ഒരു ഭ്രാന്തമായ ആശയമായിട്ടാണ്. കാരണം ഒട്ടകങ്ങളെ അന്വേഷിക്കുന്നത്, ഒട്ടകങ്ങളെ ഇല്ലാതെ മരുഭൂമിയിലൂടെ പോകാൻ കഴിയില്ല. അപ്പോൾ അവളുടെ തീരുമാനം അതൊരു ഷീ ഫീൽസ് ദാറ്റ് ഇറ്റ് ഈസ് എ ലുനാറ്റിക് ഐഡിയ. ഇങ്ങനെ മരുഭൂമി താണ്ടാനുള്ള തീരുമാനം, അതിന് ഒട്ടകങ്ങളെ സംഘടിപ്പിക്കണമെന്നുള്ള ആശയം. ഷീ ഹെർസെൽഫ് ഫീൽസ് ദാറ്റ് ഈസ് എ ലുനാറ്റിക് ഐഡിയ, ഈസ് എൻ എക്സെൻട്രിക് ഐഡിയ. The lunatic idea was basically to get myself the requisite number of wild camels from the bush and train them to carry my gear, then walk into and about the central desert area. ഇപ്പോൾ മരുഭൂമി താണ്ടാനായിട്ട് ഷീ wanted to get wild camels. ഈ ഒട്ടകങ്ങളെ പരിശീലിപ്പിച്ച് ഒട്ടകങ്ങളുടെ പരിപാലിക്കുന്നതിൻ്റെ എല്ലാ രീതികളും മനസ്സിലാക്കി ഷീ വാണ്ടഡ് ദ camels ടു ക്യാരി ഹെർ ഗിയർ. അവളുടെ എല്ലാ സാധനങ്ങളും ഒട്ടകപ്പുറത്ത് കയറ്റിക്കൊണ്ട് വേണം യാത്ര നടത്താൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവളുടെ തീരുമാനം, ഷീ തിങ്സ് ദാറ്റ് ഇറ്റ് ഈസ് എ ലുനാറ്റിക് ഐഡിയ, എൻ എക്സെൻട്രിക് ഐഡിയ, ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു ആശയമായിരുന്നു എന്നാണ്. I knew that there were feral camels aplenty in this country.
ഓസ്ട്രേലിയയിൽ ഒരുപാട് ഒട്ടകങ്ങളുണ്ട്. ദർ ആർ പ്ലെൻറ്റി ഓഫ് feral camels, wild camels. They had been imported in the 1850s along with their Afghani and North Indian owners. അപ്പോൾ അവിടെയുള്ള ഒട്ടകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 1850കളിലാണ് ആദ്യമായിട്ട് അവിടെ ഒട്ടകങ്ങൾ എത്തിയത്. along with their Afghani and North Indian owners. അഫ്ഗാൻകാരും നോർത്ത് ഇന്ത്യൻകാരും ഒക്കെയാണ് ഒട്ടകങ്ങളെ അവിടെ എത്തിച്ചത് ഓസ്ട്രേലിയയിൽ. അപ്പോൾ അതിനുശേഷം ഒരുപാട് ഒട്ടകങ്ങൾ ഇന്ന് അവിടെ ഉണ്ട്. ദ ട്രെയിൻ ഹാഡ് ബീൻ ഹാഫ് എംപ്റ്റി. അപ്പോൾ ആലി സ്പ്രിങ്സ് മുതലാണ് അവരുടെ യാത്ര. അപ്പോൾ ആലി സ്പ്രിങ്സിൽ എത്തുന്നത് ഒരു ട്രെയിനിലായിരുന്നു. ദ ട്രെയിൻ ഹാഡ് ബീൻ ഹാഫ് എംപ്റ്റി. ദ ജേർണി ലോങ് 500 miles and 2 days from അഡുലൈഡ് ടു ആലി സ്പ്രിങ്സ്. അഡുലൈഡിൽ നിന്ന് അവൾ ആലി സ്പ്രിങ്സിൽ എത്തിയത് 500 miles and 2 days she had to cover. She took 500 she had to cover 500 miles and 2 days she took. Where's your old man? അപ്പോൾ ആ ട്രെയിനിലുള്ള ഒരു യാത്രക്കാരൻ ചോദിക്കുകയാണ്, കാരണം ഇങ്ങനെ ഒരു യാത്രയിൽ അവളെ ഒറ്റക്കാണോ, കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നാണ്. വേഴ്സ് യുവർ ഓൾഡ് മാൻ? ഷീ റിപ്ലൈസ്, ഐ ഡോണ്ട് ഹാവ് എൻ ഓൾഡ് മാൻ. എൻ്റെ കൂടെ ആരും വന്നിട്ടില്ല. ഐ ആം എലോൺ, ഷീ സേസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസാണത്. ജീസസ് ക്രൈസ്റ്റ്, മെയ്റ്റ്, യു ആർ നോട്ട് ഗോയിങ് ടു ദ ആലീസ് എലോൺ, ആർയ? Are you going to the Alice Springs alone? Listen here, lady, you are fucking done for. You will be ruined. ആത്മഹത്യാപരമായിരിക്കും ഈ ഒറ്റക്ക് ഒരു സ്ത്രീ ആലി സ്പ്രിങ്സിലേക്ക് പോകുന്നത്. Them coons will rape you for sure. കൂൺസ് എന്ന് പറയുന്നത് ഒരു ആനിമലാണ്. You will have harm from animals. Fucking niggers run wild up there, you know. അതുപോലെ നിഗ്ഗേഴ്സ്, നീഗ്രോകൾ, ഈ കറുത്ത അബോറിജിൻസ്, അപ്പോൾ അവരെക്കുറിച്ചൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. യു വിൽ നീഡ് സം വൺ ടു കീപ്പ് ആൻ ഐ ഓൺ യാ. My first impression as we strolled down the deserted street was of the architectural ugliness of the place. അപ്പോൾ അങ്ങനെ ആലി സ്പ്രിങ്സിലെത്തി. ആലി സ്പ്രിങ്സിൽ അവളുടെ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്തിൻ്റെ വൈരൂപ്യമാണ്. ആർക്കിടെക്ചറൽ അഗ്ലിനെസ്. ആ കെട്ടിട നിർമ്മാണം എല്ലാം ഒരു അഗ്ലി ആണ്. കെട്ടിടങ്ങളൊക്കെ ugliness of the place, a discomforting contrast to the magnificence of the country which surrounded it. അവിടെ മാത്രം ഒരു വല്ലാത്തൊരു വൈരൂപ്യം എന്നാണ്. I had planned to camp in the creek with the aborigines. അപ്പോൾ അവളുടെ ഉദ്ദേശം അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള അവിടുത്തെ അബോറിജിൻസ്, ആദിവാസികളെ, അവിടുത്തെ നേറ്റീവ്സിനോടൊപ്പം താമസിച്ചുകൊണ്ട് ഈ ക്യാമൽ ട്രെയിനിങ് ഒക്കെ നേടാം എന്നൊക്കെയായിരുന്നു അവളുടെ ഉദ്ദേശം. ഐ ഹാഡ് പ്ലാൻ ടു ക്യാമ്പ് ഇൻ ദ ക്രീക്ക്. ക്രീക്ക് മീൻസ് നാരോ റിവർ. വിത്ത് ദ അബോറിജിൻസ് അണ്ടിൽ ഐ കുഡ് ഫൈൻഡ് എ ജോബ് ആൻഡ് എ പ്ലേസ് ടു സ്റ്റേ. ഒരു താമസ സൗകര്യമൊക്കെ കിട്ടുന്നവരെ, ഒരു ജോലി കിട്ടുന്നത് വരെ ഈ തദ്ദേശീയരായ ഈ ആദിവാസികളോടൊപ്പം, അവിടുത്തെ നേറ്റീവ്സിനോടൊപ്പം താമസിക്കുക.
എന്നൊക്കെയായിരുന്നു ഉദ്ദേശിച്ചത്. ബട്ട് ദി ഹാർബിഞ്ചേഴ്സ് ഓഫ് ഡൂം ഓൺ ദ ട്രെയിൻ ഹാഡ് ടോൾഡ് മീ ഇറ്റ് വാസ് സൂയിസൈഡ് ടു ഡു സച്ച് എ തിങ്. പക്ഷേ ട്രെയിൻ യാത്രയിൽ അവളെ ഭയപ്പെടുത്തിയ ആളുകൾ, ഈ നേറ്റീവ്സിൻ്റെ അടുത്ത് പോയിട്ട് താമസിക്കരുത്, അവർ ഉപദ്രവിക്കും. എവ്രി വൺ വാൺഡ് മീ അഗെയിൻസ്റ്റ് ഇറ്റ്. ദ ബ്ലാക്സ് വെയർ unequivocally the enemy, dirty, lazy, dangerous. അപ്പോൾ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ ബ്ലാക്സ്, അവരെക്കുറിച്ച് ട്രെയിനിലെ യാത്രക്കാർ നൽകിയ ഇംപ്രഷൻ എന്ന് പറയുന്നത് ദേ ആർ ഡർട്ടി, ലേസി, ഡേഞ്ചറസ് എന്നാണ്. അതുകൊണ്ട് അവർ അവരുടെ തീരുമാനം മാറ്റി. അവരോടൊപ്പം താമസിച്ചുകൊണ്ട് ഷീ ക്യാൻ ഫൈൻഡ് എ ജോബ്, ഷീ ക്യാൻ ഫൈൻഡ് എ പ്ലേസ് ടു സ്റ്റേ until she gets a job to stay with the blacks. ഇതൊക്കെയായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഇവരെല്ലാം കൂടി ഭയപ്പെടുത്തി എന്നാണ്. ദിസ് വാസ് because of the press where cliched images of Stone Age drunks on the dole were about the only coverage aborigines got. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭയം ഈ അബോറിജിനസിനെ കുറിച്ച് ഉണ്ടാകാൻ കാരണം മാധ്യമങ്ങളാണ്. സ്റ്റോൺ ഏജിലൊക്കെയുള്ള ഈ സ്റ്റോൺ ഏജ് പീപ്പിളിനോടൊക്കെയാണ് അവർ കമ്പയർ ചെയ്തത്. അതുപോലെ ബിക്കോസ് എവ്രി വൺ ഹാഡ് ബീൻ ടോട്ട് അറ്റ് സ്കൂൾ ദാറ്റ് ദേ വർ നോട്ട് മച്ച് ബെറ്റർ ദാൻ സ്പെഷ്യലൈസ്ഡ് എയ്ഡ്സ്. അതുപോലെ സ്കൂളിലും എല്ലാം പഠിച്ചത് ഈ നേറ്റീവ്സ്, ദീസ് അബോറിജിൻസ്, ദേ ആർ നോ ബെറ്റർ ദാൻ സ്പെഷ്യലൈസ്ഡ് എയ്ഡ്സ്. ഈ മനുഷ്യക്കുരങ്ങന്മാരിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത ആളുകളാണ് ഇവർ എന്നുള്ള ഒരു ഇംപ്രഷനാണ്. ദാറ്റ് ഈസ് വാട്ട് ഷീ ഗോട്ട് ഫ്രോം ദ സ്കൂൾ. With no culture, no government, and no right to existence in a vastly superior white world. സ്വന്തമായിട്ട് ഒരു സംസ്കാരമോ ഗവൺമെൻറ്റോ ഒന്നുമില്ലാത്ത ഒരു വിഭാഗം ആയിട്ടാണ് അവരെക്കുറിച്ച് മനസ്സിലാക്കിയത്. ഷീ വാസ് ടോട്ട് ലൈക്ക് ദാറ്റ്, എയിംലെസ് വാണ്ടറേഴ്സ് ഹു വെയർ ബാക്ക്വേർഡ്, പ്രിമിറ്റീവ് ആൻഡ് സ്റ്റുപ്പിഡ്. അങ്ങനെയൊക്കെയുള്ള ഒരു ഇംപ്രഷനാണ് അബോറിജിൻസിനെ കുറിച്ച് ലഭിച്ചത്. There are 14,000 people living there, of whom 1,000 are aborigines. 14,000 people live there. 14,000. 14,000 ആളുകളാണ് അവിടെ താമസിക്കുന്നത്. ഈ ആലീസ് സ്പ്രിങ്സിൽ 14,000 people live. Of them 1,000 are aborigines. 1000 ആളുകൾ ആദിവാസികളാണ്. The whites consist mainly of government workers, miscellaneous misfits. പിന്നെ വെള്ളക്കാരെ കുറിച്ച് ആണ്. വെള്ളക്കാർ കൂടുതലും ദേ ആർ ഗവൺമെൻറ് വർക്കേഴ്സ്, മിസലാനിയസ് മിസ്ഫിറ്റ്സ്, വളരെ സ്ട്രെയിഞ്ചായിട്ട് പെരുമാറുന്ന ആളുകളാണ്. ആൻഡ് അഡ്വഞ്ചറേഴ്സ്, കാറ്റിൽ ഓർ ഷീപ്പ് സ്റ്റേഷൻ ഓണേഴ്സ്. കാറ്റിൽ ഓണേഴ്സ്, ഷീപ്പ് ഓണേഴ്സ്, itinerant station workers, truck drivers, and small business operators, whose primary function in life is to rip off the tourists. ടൂറിസ്റ്റുകളെ കബളിപ്പിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ വൈറ്റ്സ്, who come by the bus load from അമേരിക്ക, ജപ്പാൻ ആൻഡ് അർബൻ ഓസ്ട്രേലിയ. ഇവിടെ നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകളെ കബളിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഈ വൈറ്റ്സ്. I asked someone where the cheapest accommodation was, and they directed me to a caravan park 3 miles north of town. അപ്പോൾ അവിടെ താമസിക്കാൻ ഒരു ചീപ്പായിട്ട് സ്ഥലം കിട്ടുമോ എന്ന് അറിഞ്ഞപ്പോൾ ഷീ വാസ് ഡയറക്റ്റഡ് ടു എ കാരവൻ പാർക്ക്. അവിടെ ചീപ്പായിട്ടുള്ള അക്കോമഡേഷൻ ലഭിക്കുമെന്ന് അങ്ങോട്ടേക്ക് പോകുന്നു.
പക്ഷെ അവിടെ എത്തിയപ്പോൾ അവിടെ പേ ചെയ്യാനുള്ള കാശൊന്നും അവളുടെ കയ്യിലില്ല. My smile faded. I eyed the cold drinks longingly and went outside for some tepid water. അപ്പോൾ അവിടെയുള്ള കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ അവളിങ്ങനെ ആഗ്രഹത്തോടെ നോക്കാനേ അവൾക്ക് സാധിച്ചുള്ളൂ. ഷീ ഡ്രാങ്ക് ടെപ്പിഡ് ടാപ്പ് വാട്ടർ കുടിച്ചു. അതിന് പേ ചെയ്യണമെന്നൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് ആസ്ക് ഇഫ് ദാറ്റ് വെയർ ഫ്രീ, ജസ്റ്റ് ഇൻ കേസ്. ഓവർ ഇൻ ദ കോർണർ ഓഫ് ദ പാർക്ക് സം യങ് ഫോക്ക് വിത്ത് ലോങ് ഹെയർ ആൻഡ് പാച്ച്ഡ് ജീൻസ് വെയർ പിച്ചിങ് എ ലാർജ് ടെൻറ്റ്. അപ്പോൾ അവിടെ ഒരു വലിയ ടെൻറ്റ് കെട്ടുകയാണ് കുറച്ച് ചെറുപ്പക്കാർ. അവൾ അവരെ സമീപിച്ച് ചോദിച്ചു, എനിക്കും കൂടി ഒന്ന് ഇവിടെ കഴിയാൻ സമ്മതിക്കുമോ എന്ന്. ദേ ലുക്ക്ഡ് അപ്രോച്ചബിൾ, സോ ഐ ആസ്ക്ഡ് ഇഫ് ഐ കുഡ് സ്റ്റേ വിത്ത് ദം. ദേ വർ പ്ലീസ്ഡ് ടു ഓഫർ മീ ഷെൽട്ടർ ആൻഡ് ഫ്രണ്ട്ലിനെസ്. അപ്പോൾ അവർ സമ്മതിച്ചു. ദേ അഗ്രീഡ് ടു, ദേ ലെറ്റ് ഹെർ സ്റ്റേ ദെയർ. ദ നെക്സ്റ്റ് ഡേ ഐ ഗോട്ട് എ ജോബ് അറ്റ് ദ പബ്. പബ്ബിൽ അവൾക്കൊരു ജോലി കിട്ടി. എന്ന് വെച്ചാൽ മദ്യം ഒക്കെ വിളമ്പുന്ന സ്ഥലമാണ് പബ്. ഷീ ഗോട്ട് എ ജോബ് അറ്റ് ദ പബ് സ്റ്റാർട്ടിങ് ഇൻ 2 days. യെസ്, ഐ കുഡ് സ്റ്റേ ഇൻ എ ബാക്ക് റൂം ഓഫ് ദ പബ്. അപ്പോൾ അവിടെ തന്നെ അവൾക്ക് സ്റ്റേ ചെയ്യാം. ദ പേയ്മെൻറ്റ് ഫോർ വിച്ച് വുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം മൈ ഫസ്റ്റ് വീക്സ് വേജസ്. അവിടെ തന്നെ താമസിക്കാനുള്ളൊരു സൗകര്യം, ദ ബാക്ക് റൂം. ആൻഡ് her the payment for which or the rent will be deducted from my first week's wages. I discovered there were 3 camelmen. അപ്പോൾ ഒട്ടകങ്ങളില്ലാതെ അവൾക്ക് ഈ ഒരു മരുഭൂമിയിലൂടെയുള്ള യാത്ര സാധ്യമല്ല. അപ്പോൾ ഒട്ടകങ്ങൾ, ഈ ഒട്ടകപ്പാപ്പാന്മാരെ ആരെങ്കിലും കിട്ടണം. അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് ട്രെയിനിങ് വാങ്ങണം. I discovered there were 3 camelmen in town, 2 involved with tourist business. അപ്പോൾ 3 കേമൽമെൻ ഉണ്ട് അവിടെ. 2 പേര് ഈ ടൂറിസ്റ്റ് ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവരാണ്. ആൻഡ് ദ അതർ an old Afghan who was bringing in camels from the wild to sell to Arabia as meat herds. ഒട്ടകങ്ങളെ കാട്ടിൽ നിന്ന് പിടികൂടി ഇറച്ചിയായിട്ട് അറേബ്യയിൽ വിറ്റ് ജീവിക്കുന്ന ആളാണ് 3-ാമത്തെ ആൾ, സാലി മുഹമ്മദ്. അപ്പോൾ ആദ്യം സാലി മുഹമ്മദ് എന്ന് പറയുന്ന ഒട്ടകക്കാരനെ പോയി കണ്ടു. അദ്ദേഹം ചോദിക്കുകയാണ്, വാട്ട് ഡു യു നോ അബൌട്ട് camels? വാട്ട് ഡു യു നോ അബൌട്ട് camels? ഒട്ടകങ്ങളെക്കുറിച്ച് എന്തറിയാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ കൈയൊഴിഞ്ഞു. കാരണം ഒട്ടകങ്ങളെക്കുറിച്ച് ഒരു വിവരമില്ലാത്ത ആളെ ട്രെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന ഇതാണ്. അങ്ങനെ ഷീ അപ്രോച്ച് ദ സെക്കൻഡ് camel man. 2-ാമത്തെ camel man, അദ്ദേഹത്തെയും അവൾ പോയി കണ്ടു. When I saw how his animals roared and fought, I figured he was probably not the right person to learn from. ആദ്യത്തെ ആള് അവളെ ഉപേക്ഷിച്ചു. 2-ാമത്തെ ആളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മനസ്സിലായി അവിടെയുള്ള ഒട്ടകങ്ങൾക്കൊന്നും ഒരു അച്ചടക്കമില്ല. ദേ ആർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. അതുപോലെ അതുകൊണ്ട് അവൾ തീരുമാനിച്ചു അദ്ദേഹത്തിൽ നിന്ന് പഠിക്കണ്ട എന്ന്. ഐ ഫിയർഡ് ഹി വാസ് പ്രോബ്ലി നോട്ട് ദ റൈറ്റ് പേഴ്സൺ ടു ലേൺ ഫ്രോം. കാരണം ഒട്ടകങ്ങളെ മാനേജ് ചെയ്യുന്നതിൽ അദ്ദേഹം ഒരു പരാജയമാണ് 2-ാമത്തെ ആൾ. അങ്ങനെയാണ് അവരെ 3-ാമത്തെ ആളെയും പോയി കണ്ടു. ദ ലാസ്റ്റ് ഓഫ് ദ 3, അക്കോർഡിംഗ് ടു സം ഓഫ് ദ പീപ്പിൾ ഇൻ ദ ബാർ, എ മാനിയാക്ക്. 3-ാമത്തെ ആളെ കുറിച്ച് അവർക്കൊരു ഇംപ്രഷൻ കിട്ടിയിട്ടുണ്ട്. ഹീസ് എ മാനിയാക്ക്, ഒരു വട്ടനാണ് അദ്ദേഹം എന്നാണ് അവളോട് ആളുകൾ പറഞ്ഞത്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഗ്ലാഡി പോസൽ, മൂന്നാമത്തെ ആളുടെ ഗ്ലാഡി പോസൽ. കേർട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഹെർ ഹസ്ബൻഡ് കേർട്ട്. അപ്പോൾ കേർട്ടിനോട് പോയിട്ട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അവളെ ട്രെയിൻ ചെയ്യിക്കാമെന്ന് സമ്മതിച്ചു. അതിൻ്റെ ടേംസും കണ്ടീഷൻസും ഒക്കെ പറയുകയാണ്. നൗ യു വിൽ കം ടു വർക്ക് ഫോർ മീ ഹിയർ ഫോർ 8 months. 8 മാസങ്ങൾ നീ ഇവിടെ താമസിച്ചിട്ട് പഠിക്കാം. ആൻഡ് ദെൻ യു വിൽ ബൈ വൺ ഓഫ് മൈ ക്യാമൽസ്. എൻ്റെ ഒരു ക്യാമലിനെ നിനക്ക് തരും. യു വിൽ ബൈ വൺ ഓഫ് മൈ ക്യാമൽസ്. അതിന് വില കൊടുത്ത് നിനക്ക് വാങ്ങാം. ആൻഡ് ഐ വിൽ ടീച്ച് യു ടു ട്രെയിൻ ദം ആൻഡ് യു വിൽ ഗെറ്റ് 2 wild ones and that will be that. I have just the animal for you. He has only one eye, but that does not matter. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഒട്ടകങ്ങളിൽ ഒരൊട്ടകത്തെ അവൾക്ക് വിൽക്കാം, പക്ഷെ അതിന് ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഹാസ് ഓൺലി വൺ ഐ. ഹീ ഈസ് സ്ട്രോങ് ആൻഡ് റിലയബിൾ ഇനഫ്. പക്ഷെ ഒരു കണ്ണേ ഉള്ളൂവെങ്കിലും ഇറ്റ് ഈസ് റിലയബിൾ, ഇറ്റ് ഈസ് സ്ട്രോങ്, അത് കുഴപ്പമൊന്നുമില്ല എന്നാണ്. അപ്പോൾ അതിൻ്റെ വില അദ്ദേഹം പറഞ്ഞത് $1,000 കൊടുക്കണം എന്നാണ്. എ ബ്ലൈൻഡ് കേമൽ ഫോർ $1,000. അപ്പോൾ അവൾ ചിന്തിക്കുന്നത് $1,000 കൊടുത്തിട്ട് ഒരു ബ്ലൈൻഡായിട്ടുള്ള ക്യാമലിനെ വാങ്ങേണ്ട കാര്യം എന്താണ് എന്നാണ്. ഐ തോട്ട് ടു മൈസെൽഫ് ഐ കുഡ് ബൈ എ ബ്ലഡി എലഫൻറ്റ് ഫോർ ദാറ്റ്. $1,000 കൊടുക്കുകയാണെങ്കിൽ ഒരു ആനയെ തന്നെ വാങ്ങാമല്ലോ. ദാറ്റ്സ് വെരി നൈസ് ഓഫ് യു, ബട്ട് യു സീ കർട്ട്, ഐ ഹാവ് നോ മണി. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശൊന്നുമില്ല. ബട്ട് ഐ ക്യാൻ വർക്ക് അറ്റ് ദ പബ് ഓഫ് കോഴ്സ്. സോ യാ ദാറ്റ്സ് റൈറ്റ്, ഹി സെഡ്. യാ യു വിൽ വർക്ക് അറ്റ് ദ പബ് ആൻഡ് യു വിൽ സ്റ്റേ ഹിയർ. അപ്പോൾ അങ്ങനെ അദ്ദേഹം സമ്മതിച്ചു. അവൾ പബ്ബിൽ വർക്ക് ചെയ്തിട്ട് അവൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അപ്രൻറ്റീസായിട്ട് യു വിൽ സ്റ്റേ ഹിയർ, അദ്ദേഹത്തിൻ്റെ അവിടെ താമസിച്ചുകൊണ്ട് അവൾക്ക് ആസ് എൻ അപ്രൻറ്റീസ് ഫോർ ഫുഡ് ആൻഡ് റെഡ് ബിഗിനിങ് ടു നൈറ്റ്. ഭക്ഷണമൊക്കെ അദ്ദേഹം കൊടുക്കും. ബിഗിനിങ് ടു നൈറ്റ്, ഇന്ന് മുതൽ ട്രെയിനിങ് ആരംഭിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം അവർ ശ്രദ്ധിച്ചു, അവിടെ വളരെ വളരെ നീറ്റാണ് ആ ഏരിയ. അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ആ സ്ഥലമൊക്കെ വളരെ നീറ്റാണ്. ഈ ഒട്ടകക്കാഷ്ടം ഒന്നും തന്നെ അവിടെ ഒന്നും കാണാനില്ല. അത്രയും നീറ്റായിട്ടാണ് അദ്ദേഹം അവിടെ പ്രിസർവ് ചെയ്യുന്നത്. ഷീ തിങ്സ് ദാറ്റ് ഷീ ക്യാൻ ഇംപ്രസ് കർട്ട് by taking the shit of the camels, showing interest in cleaning the area, taking away the shit of the camels. അപ്പോൾ അവിടെയുള്ള ഒട്ടകക്കാഷ്ടം അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ അവളെ അതെടുത്തു. കാരണം അദ്ദേഹത്തെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം തനിക്കതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഒട്ടകക്കാഷ്ടമൊക്കെ തനിക്ക് അതിനൊന്നും ആ ജോലിയൊന്നും ചെയ്യുന്നതിന് തനിക്കൊരു മടിയുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടുന്ന് ഒട്ടകക്കാഷ്ടം റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ പെട്ടെന്നാണ് അദ്ദേഹം അവളോട് ദേഷ്യം പിടിച്ച് ഹീ ഷൗട്ട്സ്, വാട്ട്സ് ദാറ്റ്. ഹീ ഷൗട്ട്സ് അറ്റ് ഹെർ, വാട്ട്സ് ദാറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് ചൂടായതെന്ന്. പിന്നെയാണ് മനസ്സിലായത് വളരെ ചെറിയ ഒരു ക്വാണ്ടിറ്റി ഷിറ്റ് അവിടെ
അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊന്നും നോക്കിയാൽ കാണില്ല. എന്ന് വെച്ചാൽ അത്രയും സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം അവിടെ പരിപാലിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ഒരു അംശം അവിടെ കിടന്നത് ആണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. ആൻഡ് ഹി ബിക്കംസ് ആംഗ്രി, ഹി ഷൗട്ടിങ് അറ്റ് ഹെർ. I might have thought twice after staying there after this outburst. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം പൊട്ടിത്തെറിച്ചു. അപ്പോൾ അവൾ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ കൂടെ എങ്ങനെ താമസിക്കും എന്നാണ്. ഐ മൈറ്റ് ഹാവ് തോട്ട് twice about staying there after this outburst. But it became apparent very quickly that my demon friend was a wizard with camels. പക്ഷേ ഈ ഒട്ടകങ്ങളെ പരിപാലിക്കുന്നതിലൊക്കെ അദ്ദേഹം വളരെ വിദഗ്ധനാണ് എന്ന് മനസ്സിലായി. ഐ വിൽ നൗ വൺസ് ആൻഡ് ഫോർ ഓൾ ഡിസ്ട്രോയ് സം മിത്സ് കൺസേണിങ് ദീസ് ആനിമൽസ്. പിന്നെ ഒട്ടകങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ട്രെയിനിങ് അവർക്ക് ലഭിച്ചു. ഒട്ടകങ്ങളെക്കുറിച്ചുള്ള അവളുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറി. ദേ ആർ ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ക്രീച്ചേഴ്സ് ഐ നോ എക്സെപ്റ്റ് ഫോർ ഡോഗ്സ്. നായ്ക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ജീവികളാണ് ഈ ക്യാമൽസ്. ആൻഡ് ഐ വുഡ് ഗിവ് ദം ആൻ IQ റേറ്റിംഗ് റഫ്ലി ഈക്വലൻ്റ് ടു 8-year-old ചിൽഡ്രൻ. ഒരു 8 വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധി ഈ ഒട്ടകങ്ങൾക്കുണ്ട് എന്നാണ്. ദേ ആർ എഫക്ഷനേറ്റ്, cheeky, bold. They are very loving, playful, witty, self-possessed, patient, hardworking, and endlessly interesting and charming. ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ജീവികളാണ് ഈ ഒട്ടകങ്ങൾ. They are very playful, they are very calm, affectionate, bold, hardworking, interesting, charming. They are also very difficult to train. ഇവരെ ട്രെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബീയിങ് ഓഫ് എൻ എസെൻഷ്യലി അൺഡൊമസ്റ്റിക് ടേൺ ഓഫ് മൈൻഡ്. ഒരു വളർത്തുമൃഗമാകാൻ വിസമ്മതിക്കുന്ന ഒരു നേച്ചറാണ് ഈ ഒട്ടകങ്ങൾക്ക്. ഇഫ് ഹാൻഡിൽഡ് ബാഡ്ലി ദേ കൻ ബി ക്വൈറ്റ് ഡേഞ്ചറസ് ആൻഡ് ഡെഫിനറ്റ്ലി റിക്കാൾസിട്രൻറ്റ്. എന്ന് പറഞ്ഞാൽ മോശമായിട്ടാണ് അവയെ ട്രെയിൻ ചെയ്യുന്നതെങ്കിൽ ദേ വിൽ ബിക്കം ഡേഞ്ചറസ്, ദേ വിൽ ബിക്കം റിക്കാൾസിട്രൻറ്റ്. റിക്കാൾസിട്രൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസൊബീഡിയൻറ്റ്, അനുസരണക്കേട് കാണിക്കും. ഐ വുഡ് ഓൾസോ സേ ദാറ്റ് ദേ ആർ ഹൈലി സെൻസിറ്റീവ് ആനിമൽസ്, ഈസിലി ഫ്രൈറ്റൺ ബൈ ബാഡ് ഹാൻഡ്ലേഴ്സ്. പിന്നെ ഭയങ്കര സെൻസിറ്റീവാണ്, പെട്ടെന്ന് ഭയപ്പെടുന്ന ജീവികളാണ്. ആൻഡ് ഈസിലി റൂയിൻഡ്. ഷിറ്റ് സീംഡ് ടു ബി ദ മേജർ പ്രോബ്ലം. അപ്പോൾ ഈ ഒട്ടകങ്ങളുടെ കാഷ്ടം അത് വൃത്തിയാക്കലാണ് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം അവളെ സംബന്ധിച്ചിടത്തോളം. ഷിറ്റ് സീംഡ് ടു ബി ദ മേജർ പ്രോബ്ലം. ഐ വാസ് ടു ഫോളോ ദ ആനിമൽസ് അറൗണ്ട് ഓൾ ഡേ ആൻഡ് പിക്കപ്പ് ദ ഒഫൻഡിങ് സ്റ്റഫ്. എപ്പോഴും ഒട്ടകങ്ങളുടെ പിന്നാലെ തന്നെ പോകണം. That night, the boy who had been good enough to drive me. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളെ ഇവിടെയൊക്കെ ആ സ്ഥലത്തൊക്കെ ഡ്രോപ്പ് ചെയ്ത ഒരു ബോയ് അവളെ കാണാൻ വന്നത്. That night, the boy who had been good enough to drive me around town came out to see how I was doing. I informed Kurt that I had a visitor. അവൻ വന്നപ്പോൾ ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് then took him back to the stables. We sat chatting. അപ്പോൾ അവനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കെർട്ട് അവിടെ വന്നു. അദ്ദേഹം ഹി വാസ് വെരി ആംഗ്രി. രാത്രിയിൽ അങ്ങനെ ഒരു സന്ദർശകനെയും ഞാൻ കയറ്റില്ല എന്ന രീതിയിൽ അദ്ദേഹം അവളോട് ദേഷ്യപ്പെടുന്നു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്നു. ഹി എക്സ്പ്ലോഡ്സ്. അപ്പോൾ അവളും അതേ രീതിയിൽ തന്നെ പ്രതികരിച്ചു. ഷീ ഓൾസോ ബിക്കംസ് വെരി ആംഗ്രി. So
Then he glared at me. I heard from my own sources that you have already been over there. എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരനോട് എന്നെ നന്നായിട്ട് ഫയർ ചെയ്തു. അതിനുശേഷം അവളെയും ഫയർ ചെയ്തു. അപ്പോൾ അവളും പ്രതികരിച്ചു. ഐ ലാഷ്ഡ് ഔട്ട് അറ്റ് കെർട്ട് കോളിംഗ് ഹിം എവറി നെയിം അണ്ടർ. ശരിക്ക് കെർട്ടിന് നല്ല തെറിയാണ് അവളന്ന് നൽകിയത് എന്നാണ്. അതിനുശേഷം അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കെർട്ട് വാസ് stupefied. He had sized me up wrongly and pushed a sucker too far that the dollar signs faded from his eyes, but he was too proud to apologize. അങ്ങനെ ഈ കെർട്ടുമായിട്ടുള്ള ആ വാസം മതിയാക്കിയിട്ട് അവളെ എല്ലാം പേക്ക് ചെയ്ത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു.